ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു കുഞ്ഞൻ വലിയ ഫോൺ കാണിക്കുകയാണ്. വിവോയുടെയാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കേട്ടിട്ടുണ്ട് S200. ഇത് S200ൻ്റെ കുഞ്ഞനാണ്, S200 FE. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഷോപ്പിലെ വിവോയുടെ പ്രൊമോട്ടറായിട്ടുള്ള കിച്ചു ആണ്. അപ്പം കിച്ചുവിൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ സ്പെക്കൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ കിച്ചു, ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പെക്കുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇതിന് വരുന്നത് രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. ഇതിന് 12 വരുന്നുണ്ട്, 16 വരുന്നുണ്ട്. രണ്ട് മോഡൽസ് ആണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം റാമും സ്പേസും മെമ്മറി എല്ലാം തന്നെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം വരുന്നത് നമുക്ക് ബാറ്ററിയില് ക്യാമറ അതിലേക്കാണ് ബാക്കി വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നോക്കാം. S200ന്റെ സെയിം വലിപ്പമുള്ള ബോക്സ് ആണ്, പക്ഷേ ഫോണാണെങ്കിൽ വളരെ കുഞ്ഞനാണ്. ഏതാണ്ട് സാംസങ്ങിൻ്റെ S24, S25, അതുപോലെ തന്നെ ഐഫോണിൻ്റെ 16, അതിൻ്റെയൊക്കെ വലിപ്പത്തിലുള്ള ഏകദേശം അതേപോലുള്ള ഒരു രൂപം വരുന്ന ഫോണാണ് S200 FE. അപ്പം ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൂടെ പറയാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം. ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു പ്രധാനം ചെയ്യുന്നത് ക്യാമറയാണ്. ക്യാമറ നമുക്ക് ബാക്ക് 2 ക്യാമറ വരുന്നുണ്ട്. ബാക്ക് 3 ക്യാമറയിൽ 2 50 MB, ഒരെണ്ണം 8 MB വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്, ഒരെണ്ണം ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. പിന്നെ രണ്ടില് ഇത് സൈസിന്റെ ലെൻസ് മെയിൻ ക്യാമറയും അതുകൂടാതെ ഒരു ടെലിഫോട്ടോ 50 MB ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 8 MB അൾട്രാ വൈഡും വരുന്നുണ്ട്. അതിനകത്ത് സൈസിന്റെ ലെൻസും വരുന്നുണ്ട്, സോണിയുടെ സെൻസറും വരുന്നുണ്ട് ഫോട്ടോയ്ക്ക്. ഓക്കെ, മെയിനായിട്ട് അതാണ് ഫോട്ടോഗ്രാഫി ആയിട്ട്. ഫോട്ടോഗ്രാഫി നോക്കുന്നവർക്ക് ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ ഫോട്ടോ ഔട്ട്പുട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 50 MB ആണ് വരുന്നത്. കൂടാതെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷും വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഫ്ലാഷിന് ഓറ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫോണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ബെസല് വളരെ ചെറുതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഫുള്ള് ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഡിസ്പ്ലേക്കും ഉണ്ട്. ഡിസ്പ്ലേയും സൈസ് മാസ്റ്റർ കളർ ഡിസ്പ്ലേ അവർക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി HDR10+ കിട്ടുന്ന സൈസ് മാസ്റ്റർ കളർ ഡിസ്പ്ലേ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? റെസൊല്യൂഷൻ വരുമ്പോൾ 120 Hz ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ എങ്ങനെയാ വരുന്നത്? IP റേറ്റിംഗ് വരുമ്പോൾ IP69 വരുന്നുണ്ട്, 68 വരുന്നുണ്ട്. 69, 68 രണ്ട് റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചാർജർ എത്ര വാട്ട്സ് ആണ് വരുന്നത്? 90 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജർ ആണ് വരുന്നത്. നമുക്ക് ഫോണിനകത്ത് പിന്നെ നമുക്ക് വരുന്നത് 6500 mAh ബ്ലൂ വോട്ട് ബാറ്ററി ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ വെയിറ്റ് എത്ര വരും അന്നേരം? വെയിറ്റ് വരുമ്പോൾ 183 ഗ്രാം. 183 ഗ്രാമിനകത്ത് 6500 ബാറ്ററി, 6500 mAh ബാറ്ററി വരുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ഇത്ര കുഞ്ഞിന് കോമ്പാക്ട് സൈസിൽ അവർ ഇത്രയും ബാറ്ററി കപ്പാസിറ്റി തരുന്നുണ്ട്. ശരി. അപ്പൊ ചാർജർ 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ആണല്ലേ. പിന്നെ ഇതിനകത്ത് പൗച്ച് അങ്ങനെയുള്ള പൗച്ച് വരുന്നുണ്ട്. പൗച്ചൊക്കെ എങ്ങനെയാണ്? പ്രീമിയം അത്യാവശ്യം പ്രീമിയം പൗച്ച്. പിന്നെ ഇതിന്റെ മറ്റ് പ്രത്യേകതകളൊക്കെ പറയാൻ എന്തൊക്കെയാണുള്ളത്? മറ്റ് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമറ തന്നെ ഒത്തിരി സ്റ്റൈലിംഗ് കാരണം വരുന്നുണ്ട്, സൈസിന്റെ തന്നെ സ്റ്റൈലിംഗ് കാരണം വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് മോഡ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഫോക്കസ്. അതാണ് ശരിക്കും എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് ക്യാമറ ഫോണുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്നിട്ടുള്ള ഫോണിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു സ്റ്റേജിൽ ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ശരിക്കും ഒന്നും ക്ലിയർ ആവത്തില്ല. അതിന്റെ ലൈറ്റൊക്കെ വളരെ ബ്ലറായിട്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ ഫോണിനകത്ത് നമുക്ക് ഒരു സ്റ്റേജ് മോഡ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേജ് മോഡ് കാരണം നമുക്ക് ആ ഓരോ ലൈറ്റുകളും ഒബ്ജക്റ്റ് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഒരു വലിയ ഒരു ക്യാമറയുടെ ഒരു വലിയ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ അത് മെയിനായിട്ട് വരുന്നത് പോർട്രേറ്റ് മോഡ്സ് ആണ് വരുന്നത്. ഒരു 5 ഫോക്കൽ ലെങ്തുകൾ വരുന്നുണ്ട്. 2380 എന്ന് പറയുന്നത് നമുക്ക് 5 ഫോക്കൽ ലെങ്തുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴായാലും സിംഗിൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴായാലും കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിലും ഫ്രണ്ട് ക്യാമറ നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുക്കാൻ 4K എടുക്കാൻ പറ്റും, ബാക്ക് ക്യാമറയും 4K എടുക്കാൻ പറ്റും. രണ്ട് 4K ആണ് സാധാരണയായിട്ട് നമുക്ക് ബാക്ക് ക്യാമറയാണ് 4K വന്നുകൊണ്ടിരുന്നത്. പ്രീമിയം ആയിട്ടുള്ള സെറ്റുകൾക്ക് മാത്രമേ ഉള്ളായിരുന്നു നേരത്തെ ഫ്രണ്ടും ബാക്കും 4K വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കിത് ഡുവൽ സ്റ്റീരിയോ മോഡാ ഫോൺ വരുന്നത്. ഈ കോമ്പാക്ട് സൈസിലും ഫോൺ ഡുവൽ സ്റ്റീരിയോ ഫിലിം ഒക്കെ കാണുന്ന സമയത്ത് രണ്ട് സൈഡിൽ നമുക്ക് സൗണ്ട് കിട്ടും. ഡുവൽ സ്റ്റീരിയോ മോഡാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ
ഒരു മൂവി ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി ആ സൗണ്ട് എഫക്ട് നല്ലതായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് റേഞ്ച് വരുമ്പോൾ 12,256 ആകുമ്പോൾ 54,999 വരെ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 16,512 ആകുമ്പോൾ 59,999 വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം മോഡലിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ കുഞ്ഞ ഫോണിനകത്ത്. പക്ഷെ റേറ്റ് വരുന്ന സമയത്ത് ഒരു മിഡിൽ റേറ്റ് അല്ലേ, മിഡിൽ റേറ്റ് വരുന്ന ഒരു 60,000 രൂപയ്ക്ക് താഴെയുള്ള ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സ് ഫോൺ കൊടുക്കും. സാധാരണക്കാരന് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന വില മാത്രമേ ഉള്ളൂ. ഒരു 60,000 രൂപ. 60,000 രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 16 GB 528 GB ഫോണാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വിലയ്ക്കുള്ള സാധനമുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഫോണിൻ്റെ ഒട്ടുമിക്ക ഫീച്ചേഴ്സുകളും നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല ഒരു ഫോണായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ ഈ ഫോണിൻ്റെ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ തന്നെ 4-5 പീസ് സെയിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് ഫിനാൻസ് തന്നെ ഉണ്ട്, ബജാജിൻ്റെ ഉണ്ട്, HDFCയുടെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫിനാൻസുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇത്ര 24 മാസം 20 മാസം നമുക്ക് 20 മാസം വരെയുള്ള കാലാവധിയിൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. തുടക്കം ഇനിഷ്യൽ പേയ്മെന്റ് ഒക്കെ എത്ര വേണ്ടി വരും? ഇനിഷ്യൽ പേയ്മെന്റ് ബജാജ് ഒക്കെ ആണെങ്കിൽ ഒരു 2,000 രൂപ. ഒരു 2,000 രൂപയും കൊണ്ട് മാത്രം വരുന്ന ഒരാളിന് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ ഫോൺ മേടിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമുക്ക് സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം. നമുക്ക് ഏതാണ്ട് ഒരു 60,000 രൂപയ്ക്കകത്ത് ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ 2,000 രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫോൺ മേടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ ഡെമോ ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വരാം, അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഫോൺ വാങ്ങിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.